അതേസമയം തന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ ഉയർന്നത് കടുത്ത വിമർശനമാണ്. മണ്ഡലം കമ്മിറ്റിയിലെ 73 പേരിൽ 70 പേരും PK ശ്യാമളയ്ക്കെതിരായിരുന്നു. എന്നിട്ടും സ്ഥാനാർത്ഥിയാക്കിയത് ഞെട്ടിച്ചെന്ന് കാസർഗോഡ് നിന്നുള്ള അംഗം കുറ്റപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ റിപ്പോർട്ടിൽ സ്ഥാനാർത്ഥിത്വത്തിലെ പിഴവ് ഉൾപ്പെടുത്തുകയായിരുന്നു. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, ഏത് രീതിയിലായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത്? വിനീത, വലിയ രീതിയിൽ സംസ്ഥാന സമിതിയിലും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനം ഉയർന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള സംസ്ഥാന സമിതിയിൽ വലിയ രീതിയിലുള്ള അംഗങ്ങൾ വിമർശനം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർത്തിയിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ വാർത്താസമ്മേളനത്തിലൂടെ ഉൾപ്പെടെ പറഞ്ഞത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ ആ ജില്ലാ കമ്മിറ്റിക്കാണ് പോരായ്മ സംഭവിച്ചെന്നുള്ളതാണ് റിവ്യൂ റിപ്പോർട്ടിൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ ഇന്നിപ്പോൾ TK ഗോവിന്ദനും അതുപോലെ തന്നെ പയ്യന്നൂർ MLA ആയിട്ടുള്ള V കുഞ്ഞികൃഷ്ണനും കണ്ണൂരിൽ സംയുക്ത വാർത്താസമ്മേളനം നടത്തി ഉൾപ്പെടെ പറഞ്ഞത് ജില്ലാ കമ്മിറ്റിയിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും കേവലം ഒരംഗം മാത്രമാണ് ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് നിലപാടെടുത്തത്. ബാക്കി എല്ലാ അംഗങ്ങളും PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനത്തിന് എതിരായിരുന്നു. പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു റിവ്യൂ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ അത് തയ്യാറാക്കിയത്? സത്യത്തിൽ വീഴ്ച സംഭവിച്ചത് ജില്ലാ കമ്മിറ്റിക്കോ ജില്ലാ സെക്രട്ടറിക്കോ സെക്രട്ടേറിയറ്റിനോ മണ്ഡലം കമ്മിറ്റിക്കോ ഒന്നുമല്ല. അത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ വിമർശനത്തെയും സെക്രട്ടേറിയറ്റിൻ്റെ പൊതു ചർച്ചകളെയും എല്ലാം മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയെല്ലാം കൂസാതെ ഇത്തരമൊരു സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന നേതൃത്വം കാണിച്ചിട്ടുള്ള ആ തീരുമാനമാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നിട്ടുള്ള. സംസ്ഥാന സമിതിയിലും അതേ വികാരം തന്നെയാണ് ഉയർന്നു വന്നത്. 73 പേരുള്ള സംസ്ഥാന അല്ലെങ്കിൽ അത്രയും വിപുലമായ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഈ തീരുമാനത്തിൽ, അതായത് ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സമിതിയുടെ ഈ റിവ്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീണ്ടും വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുന്നതാണ് ഇപ്പോൾ ഈ റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിന് ശേഷവും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. താഴെ തട്ടിലുള്ള ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും മേഖലാതല അവലോകന യോഗവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വിനീത.